കൊച്ചി കുണ്ടന്നൂരിൽ ഓട്ടോ ഡ്രൈവറെ കാണാതായി. നെട്ടൂർ സ്വദേശി പ്രവീൺ കുമാറിനെയാണ് ദുരൂഹ സാഹചര്യത്തിൽ ഞായറാഴ്ച മുതൽ കാണാതായത്. കുടുംബം പനങ്ങാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളായ ഓട്ടോ ഡ്രൈവർമാർ പ്രവീണിനായുള്ള തെരച്ചിലാണ്. നെട്ടൂർ സ്വദേശിയായിട്ടുള്ള പ്രവീൺ കുമാറിനെയാണ് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ കാണാതായത്. സുഹൃത്തുക്കളായിട്ടുള്ള ഓട്ടോ ഡ്രൈവർമാർ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ്. കുടുംബം പനങ്ങാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ കഴിഞ്ഞ ദിവസം ഒരു വിവാഹത്തിന് പോയതാണ്. അതിനുശേഷമാണ് അയാളെ കാണാതായതെന്നാണ് കുടുംബം പറയുന്നത്. നമ്മളൊപ്പം ഇപ്പോൾ പ്രവീണിന്റെ സുഹൃത്തുക്കൾ ചേരുന്നുണ്ട്. പ്രവീണിനെ നിങ്ങളാണ് അവസാനമായിട്ട് കണ്ടതെന്ന് പറയുന്നു. വൈകിട്ട് ഈ മരുടെ മുത്തടംപള്ളി ഹാളിൽ നിന്ന് ഒരു കല്യാണം കൂടി അവിടെ നിന്ന് വൈകിട്ട് ഒരു 5:30 ഞാനാണ് ഈ കുണ്ടന്നൂർ ജംഗ്ഷനിൽ എത്തിച്ചത്. പുള്ളിയുടെ ഫോൺ നഷ്ടപ്പെട്ടായിരുന്നു. അതൊരു സുഹൃത്തിന്റെ കയ്യിൽ ഉണ്ടെന്ന് അറിവിട്ട് ഞാൻ അവിടെ ചെന്ന് ഫോൺ മേടിച്ചു. തിരിച്ച് കുണ്ടന്നൂർ എത്തിയപ്പോഴാണ് ഈ ആളെ കാണാതായത്. അന്ന് മുതൽ കാണുന്നില്ല. അതൊരു 5:30 ടൈമൊക്കെ ആയിട്ടുണ്ട് ഇയാൾ കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കുമ്പോ. അപ്പൊ ഇവന്റെ ഒപ്പം കള്ളു കുടിച്ച് കുറച്ച് പേരുണ്ടായി. അവരെല്ലാരും അപ്പൊ അവന്റെ ഫോൺ അവരുടെ കയ്യിലായി പോയി, കുണ്ടന്നൂർ വടക്കുള്ള. അപ്പൊ അയാളുടെ വീട്ടിൽ പോയി ഇവനെ ഇവിടെ ഇറക്കിയിട്ട്, ഈ വണ്ടി കിടക്കണ അവിടെ ഇറക്കിയിട്ട് ഫോൺ മേടിക്കാൻ വേണ്ടി പോയി തിരിച്ചു വരുമ്പോ ആള് മിസ്സായി. പിന്നെ കാണാനില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇവന്റെ കൂട്ടുകാരൊക്കെയോ എറണാകുളത്തോടെ ബസ് സ്റ്റോപ്പിന്റെ അവിടെ 10:30 ആയപ്പോ കണ്ടെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അറിവില്ല. ഈ പോലീസ് എന്തെങ്കിലും പറയുന്നുണ്ട്? പോലീസ് CCTV ഒക്കെ ചെക്ക് ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട്. വേറെ അവര് ഇന്നലെ വന്നിട്ടുണ്ടായി സ്റ്റാൻഡിൽ ചോദിച്ചിട്ടൊക്കെ പോയി. സംഭവമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ദുരൂഹത അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക്? ദുരൂഹത തോന്നാനായിട്ട് ഇവൻ അങ്ങനെ ഉള്ള ഒരാളല്ല. ആൾക്ക് കള്ളു കുടിക്കണം എന്നുള്ള സംഭവത്തിലുള്ളൂ. വേറെ അങ്ങനത്തെ ഒരു വിഷയമൊന്നും ഉണ്ടാക്കില്ല. വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയും എന്റെ വീടിന്റെ അടുത്ത് താമസിക്കണം. അമ്മ ഇവനും പണയത്തിന് താമസിക്കണം. വീട് ഈ കുറച്ചാളും വിറ്റായിരുന്നു ചേപ്പനത്ത്. ഇപ്പൊ പണയത്തിന് താമസിക്കണം. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആൾക്കുണ്ട്. വീട്ടിൽ പോയതിന്റെ കല്യാണത്തിന് പോയതാ, പിന്നെ കണ്ടിട്ടില്ല. പോവാറുണ്ടോ പുറത്ത്? കല്യാണം ഇവിടെ തന്നെയായിരുന്നു, മരടിൽ തന്നെ. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ വേറെ കറങ്ങാൻ പോവാറുണ്ടോ? എവിടെ പോയാലും നന്നായിട്ട് മദ്യപിക്കും. പക്ഷെ രാത്രി എന്തായാലും വന്നിരിക്കും. ഞാൻ ഒറ്റയ്ക്കോ ഞാനവനും കൂടെ താമസിക്കുന്നത്. എത്ര വർഷമായിട്ട്? 11 വർഷമായിട്ട് അറിയാം. 11 വർഷം ഇവനോട് സ്റ്റാൻഡിൽ ഓടാൻ വന്നിട്ട്. അപ്പൊ അന്നേരം തുടങ്ങിയാൽ അറിയാം. 14 വർഷം അത്ര അന്ന് തുടങ്ങി അവനെ അറിയാം. ആളൊരു പാവമാണ്. വെള്ളം കുടിക്കുമെങ്കിൽ ആരെ കൊണ്ട് ഒരു വഴക്കിനോ വക്കാടത്തിനോ പണ്ടൊരു സ്വഭാവമൊന്നുമില്ല. പിന്നെ വെളുപ്പിന് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ രാത്രി എത്ര വെള്ളം കുടിച്ചാലും, മൂക്കറ്റം കുടിച്ചാലും വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ 1 മണിക്കെങ്കിലും എഴുന്നേറ്റിരിക്കും. എന്നിട്ട് ഇവിടെ വന്ന് എന്നോട് പറയും, ഞാൻ 1 മണിക്ക് എഴുന്നേറ്റ് വെച്ച് ഇന്നലെ പോയിട്ടും. എന്നിട്ട് 3 മണി വരെ ഇരുന്നിട്ട് 3 മണിയായപ്പോൾ ഞാൻ അവിടെ നിന്ന് പോകുന്നു. 4 മണിക്ക് ആൾ ഇവിടെ ഓട്ടത്തിനുണ്ടാവും. പക്ഷെ അവർക്ക് സ്ഥിരം ഓട്ടം ഉണ്ടാവും. 4 മണിക്കുള്ള ഓട്ടം ഉണ്ട്. ആ ഓട്ടം എടുക്കാൻ അവൻ വന്നിരിക്കും. പക്ഷേ പ്രവീണിന്റെ ഓട്ടോയാണ് ഈ കാണുന്നത്. ഈ ഓട്ടോ ഇവിടെ ഉപേക്ഷിച്ചാണ് അദ്ദേഹം പോയിരിക്കുന്നത്. എന്താണ് എന്നതും സുഹൃത്തുക്കൾക്കറിയില്ല. പനങ്ങാട് പോലീസ് സംബന്ധിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CCTV അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഞായറാഴ്ച മുതലാണ് ഇദ്ദേഹത്തെ കാണാതായത്. എന്തായാലും പോലീസ് അന്വേഷണം തുടരുകയാണ്.